ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ചീഫ് ക്വാളിറ്റി ഓഫീസർ എന്ന ഒരു സ്ഥാനത്തിൽ നിന്നും ജിഷിനെ മാറ്റി സാബുമാനെ വീട്ടുകാരെല്ലാരും കൂടി ചേർന്ന് തെരഞ്ഞെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ടാസ്കിനെ മോശമായി സമീപിച്ചു എന്നൊരു കാരണം കൊണ്ട് നെവിനെ ഓണസ്ഥാനത്ത് നിന്നും ബിഗ് ബോസ് തന്നെ നേരിട്ട് അങ്ങ് പുറത്താക്കി. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പണി ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവം ഇതെന്തായാലും പൊളിച്ചു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വന്തം ജ്യൂസ് കമ്പനിയിലെ ജ്യൂസ് മൊത്തം കുടിച്ചു തീർത്തും പിന്നെ ഓപ്പോസിറ്റ് കമ്പനിയിലെ ജ്യൂസ് ഒഴിച്ചു കളഞ്ഞ് മാതൃകയായ ഒരു മുതലാളിയായിരുന്നു നെവിൻ. ലോകത്തുള്ള എല്ലാ മുതലാളിമാർക്കും നെവിൻ ഒരു മാതൃകയാണ്. ഇങ്ങനെ വേണം ടാസ്ക് അലമ്പാൻ കേട്ടോ. ബിസിനസ് ഉള്ളവർ ഇങ്ങനെ വേണം അലമ്പാനായിട്ട്. അതുകൊണ്ട് ബിഗ് ബോസിനെ നേരിട്ട് മാറ്റിയത് നന്നായി പോയി എന്നേ പറയാനുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞു, മാംഗോ ജ്യൂസ് കമ്പനി ഇന്ന് ഉദയം ചെയ്തിരിക്കുകയാണ്, അതിന്റെ മുതലാളിയും കൂടി തെരഞ്ഞെടുക്കണം. അതുകൊണ്ട് 2 ഓണേഴ്സിനെ എല്ലാവരും കൂടി സെലക്ട് ചെയ്തു. ആദ്യം തന്നെ അനീഷ് മുന്നോട്ട് വന്നു നിന്നിട്ട് ആര്യൻ, ഷാനവാസ് എന്നിവരെ സെലക്ട് ചെയ്തു. ഇവര് തന്നെയാണ് ഓണേഴ്സ് ആയിട്ട് ഇന്ന് വരുന്നത്. നമ്മൾ പ്രോമോയിൽ കണ്ടതാണ് ഇന്നലെ. എന്തായാലും ഇങ്ങനൊരു വീക്ക്ലി ടാസ്കിൽ ഇന്ന് സ്ഥാനം നഷ്ടപ്പെടാത്തതായിട്ടുള്ളത് ആകെ അനുമോളും അനീഷുമാണ്. ഇവർക്ക് മാത്രമേ ഇവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടാത്തതായിട്ടുള്ളൂ. ജിഷിനെ മാറ്റി പകരം സാബുമാൻ വന്നു, നെവിനെ മാറ്റി പകരം ഷാനവാസ് വന്നു. ഇവർ രണ്ടുപേരും മാത്രം മാറിയില്ല. ആരാണ്? അനീഷും അനുമോളും. എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമാണ് രണ്ടുപേരും ഇന്നലെ കളിച്ചത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അനുമോളുടെ ഇത്തിരി ഒരു നെഗറ്റീവ് ഗെയിം ആയിരുന്നു. പക്ഷെ അനീഷ് ശരിക്കും ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഒരു വീക്ക്ലി ടാസ്കിൽ സ്കോർ ചെയ്തു. ഇനി എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. പ്രതീക്ഷകൾ ഏറെയാണ്. പിന്നെ ലൈവിലുണ്ടല്ലോ, മാംഗോ ജ്യൂസ് കമ്പനിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്ന ഒരു ആര്യനെയും ഷാനവാസിനെയും ഞാൻ കണ്ടു. ഇത് വളരെ ബാലിഷ്യമാണ് എന്ന് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു അവിടെ ഇരുന്നിട്ട്. ഇവരൊരു തീരുമാനത്തിൽ എത്തുന്നുണ്ട്. ആര്യന് മാംഗോ ജ്യൂസും പിന്നെ അതേപോലെ തന്നെ ഷാനവാസിന് നെവിന്റെ ഓറഞ്ച് ജ്യൂസ് കമ്പനിയും കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കഷ്ടമാണെന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിഷിനും നെവിനും ടാസ്കിൽ നിന്ന് ഔട്ടായല്ലോ, അത് ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ ഇവര് ജയിലിൽ കഴിയണം. ഇനി ഒരു അറിയിപ്പ് ലഭിക്കുന്നവരെ ഇവര് ജയിലിലാണ് കഴിയേണ്ടത്. അപ്പൊ ഇതിന്റെ അകത്തൊരു ട്വിസ്റ്റ് ആയിപ്പോയി. ഇത് നമ്മള് വേറെ മറ്റു ഭാഷകളിലൊക്കെ കാണുന്ന പോലത്തെ ടാസ്കിൽ നിന്ന് പുറത്തായവര് ജയിലിൽ കഴിയണം എന്ന് പറയുന്ന ആ ഒരു സംഭവം മലയാളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതെന്തായാലും തകർത്തു കേട്ടോ. ഇവർ രണ്ടുപേരും ജയിലിൽ കഴിയണം. ഈ ആഴ്ച ഇനി വേറെ ജയിലുണ്ടാവുമോ എന്ന് അറിയത്തില്ല, ഇവരാണോ എന്ന് അറിയത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത്. രാവിലെ തന്നെ വമ്പൻ ഹാപ്പനിങ്സ് ആണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.